അല്ല, ഇരിക്കാലോ അല്ലേ ഇവിടെ. എന്തു പറ്റി? മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എഴുന്നേറ്റ് പോയത്? എനിക്ക് അവിടെ ഇരിക്കാൻ താല്പര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായില്ലേ? പിന്നെന്തിനാ ചോദിക്കുന്നത്? ഓഫീസിൽ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങളും നടക്കില്ലേ? അതിന് നിങ്ങളിങ്ങനെ തളർന്നു പോയാലോ? അല്ല, കഴിഞ്ഞ ബോർഡ് മീറ്റിംഗ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വീട്ടിൽ നടന്ന ബോർഡ് മീറ്റിംഗ്. ഏറ്റവും അവസാന നിമിഷത്തിൽ അവൻ എന്നെ തോൽപ്പിച്ചു, അവളെ ജയിപ്പിച്ചു. എനിക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ? ഇതേ ബോർഡ് മീറ്റിംഗ് മെമ്പേഴ്സ് അവൾക്ക് വേണ്ടി കൈയടിച്ചു. പക്ഷേ ഇന്നത് അവരെ കൊണ്ട് തിരുത്തിക്കാൻ തനിക്ക് സാധിച്ചല്ലോ. യെസ്, സാധിച്ചു. സാധിക്കണമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ ഈ സ്ഥാപനത്തിന് മുന്നോട്ട് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റൂ. മിസ്സിസ് നന്ദിനി സൂര്യ, CEO ഓഫ് പത്മ ഇൻഡസ്ട്രീസ്. ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട്. അവളുടെ സ്ഥാനം തൊഴുത്തിലാണെന്ന് ഞാൻ കൈ ചൂണ്ടി പറയുമ്പോ അതെന്റെ അഹങ്കാരമാണെന്ന് നിങ്ങൾ പറയും. പക്ഷെ അവള് സ്വയം തൊഴുത്ത് ചെന്ന് കിടന്നപ്പോ അത് തിരുത്താൻ നിങ്ങളെ കൊണ്ടായോ? നോക്ക്, താനിയൂർ അമ്മയുടെ ചിത്രം. നല്ലതാ നല്ലതാ, ഒരു ഭക്തിക്ക് ആനന്ദം കിട്ടുന്ന കാര്യല്ലേ. പക്ഷെ അതുപോലെ എവിടെ കൊണ്ടുവയ്ക്കണം, എവിടെ കൊണ്ടുവച്ച് പൂജിക്കണമെന്നും അറിയാത്ത ഒരുത്തിയ പത്മ ഇൻഡസ്ട്രിയിലെ CEO. അവൾ ഇങ്ങനെ ന്യായീകരിക്കുന്നതിൽ നാണം തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഒരിക്കലുമില്ല. കാരണം പത്മ പറയുന്ന നാണക്കേടുകളിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അക്കാര്യത്തിൽ ഞാൻ സൂര്യയോടൊപ്പമാ. നന്ദിനിക്കറിയാത്തതൊരു ലാംഗ്വേജ് മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങളിൽ നന്ദിനിയെ കവച്ചു വെക്കാൻ ആർക്കും പറ്റില്ല. അയ്യോ, തനിക്ക് പോലും. ഓക്കെ, എന്തൊക്കെ സംഭവിച്ചാലും വാഴ്ത്തി പാടാൻ ആളുകളുണ്ട് എന്നുള്ളതാ അവളുടെ വിജയം. അതൊക്കെ നടക്കട്ടെ. എന്തായാലും ഇനി പെട്ടെന്നൊരു കമ്പനി മീറ്റിംഗിലൊന്നും ഈ പറയുന്ന CEO ഉണ്ടാവില്ല, അതുറപ്പാ. പത്മ, നന്ദിനിയെ തോൽപ്പിക്കാൻ എളുപ്പമാ, കാരണം അവള് പാവമാ. പക്ഷേ നമ്മുടെ മോനെ തോൽപ്പിക്കാൻ എളുപ്പമല്ല. അവനത്ര പാവമല്ല. അങ്ങനെ ഒരു ഭീഷണിയുടെ മുകളിലാണല്ലോ ഞാൻ എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഞാൻ കെയർ ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് കുറച്ച് ജോലികളുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിച്ച് സമയം കളയണ്ട. എനിക്ക് കുറച്ച് കണക്കുകളൊക്കെ നോക്കണം, വേറെ ചില കാര്യങ്ങൾ നോക്കണം. ഞാൻ പോയിട്ട് വരാം. നന്ദിനി, ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ടും തനിക്ക് ഒരു മാറ്റം വന്നില്ലല്ലോ. ഞാൻ എങ്ങനെ മാറാനാ സാർ? സാർ എനിക്ക് ഒരു ഉപകാരം ചെയ്യോ?